ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 15-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിലെ ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്കുകൾ, ഉയർന്ന മാർക്കുകൾ നേടുവാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ തയ്യാറാണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും അതേപോലെ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസുമാണ് ലഭ്യമാവുന്നത്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 399 രൂപയ്ക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ക്ലാസ് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ ഈ ഒരു എക്സാമിൽ ഫുൾ സിലബസ് കവറേജ് നേടുവാൻ വേണ്ടി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ന്യൂ SCERT, NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കാം, പീറ്റർ മഗ്യാർ ആണ്. ആരാണ്? പീറ്റർ മഗ്യാർ ആണ്. ഏത് രാജ്യത്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക, ഹംഗറിയുടെയാണ്. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. അപ്പോൾ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചിരിക്കുകയാണ്? പീറ്റർ മഗ്യാർ ആണ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലതുപക്ഷക്കാരനായിട്ടുള്ള വിക്ടർ ഓർബനെയാണ് പരാജയപ്പെടുത്തിയത്. ആരെയാണെന്ന് ഓർത്തു വെക്കുക? വിക്ടർ. ഓർത്തു വെക്കുക, വിക്ടർ ഓർബൻ. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടെന്നാണ് പീറ്റർ മഗ്യാർ എന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. ഇനി പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് പീറ്റർ മഗ്യാർ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ്, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സമയത്ത് എന്താണ്, വിക്ടർ ഓർബൻ ആണ് അവിടുത്തെ പ്രധാനമന്ത്രി, ഹംഗറിയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിന് ശേഷം, ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് ആരാണ്? അത് പീറ്റർ മഗ്യാർ ആണ്. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനാവുന്നത് ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, റോമൻ ഗോഫ്മാൻ ആണ്. ആരാണ്? റോമൻ ഗോഫ്മാൻ ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. എന്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക, മൊസാദിന്റെ ആണ്. എന്താണ്? മൊസാദാണ്. അപ്പോൾ മൊസാദ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഒരു ഏജൻസിന്റെ പുതിയ തലവനായിട്ടാണ് ആര് നിയമിതനാവുന്നത്? റോമൻ ഗോഫ്മാൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത് നമുക്ക് ഈ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള മൊസാദിന്റെ പുതിയ തലവനായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത്. ഇനി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ് ഇതാണ്. എന്താണ്? മൊസാദിന്റെ പുതിയ തലവനായിട്ട് നിയമിതനാവുന്ന വ്യക്തി ആരാണ്? റോമൻ ഗോഫ്മാൻ ആണ്. അടുത്തത് ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സാഹിത്യ പുരസ്കാരമാണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാളി എഴുത്തുകാരി ആരെന്നാണ് ഓർത്തു വെക്കുക. ജിൻഷാ ഗംഗയാണ്. ആരാണ്? ജിൻഷാ ഗംഗയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത്. അപ്പോൾ ആര് നൽകുന്ന പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹയായ മലയാളി ആയിട്ടുള്ള എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ മലയാള എഴുത്തുകാരിയാണ്. ആരാണ്? ജിൻഷാ ഗംഗ. അതിനർത്ഥം എന്താണ്? ഈ ഒരു പുരസ്കാരം, ഈ ഒരു യുവ പുരസ്കാരം ജിൻഷാ ഗംഗക്ക് മാത്രമല്ല, വേറെ കുറച്ച് പേർ, 2-3 പേർക്ക് കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാള എഴുത്തുകാരിയെ നമുക്കൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. ജിൻഷാ ഗംഗയാണ്. ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 51,000 രൂപയാണ്. എത്രയാണ്? 51,000 രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്? ഭാരതീയ ഭാഷാ പരിഷത്താണ്. അപ്പോൾ ഇവർ നൽകുന്ന എന്താണ്? യുവ പുരസ്കാരമാണ്. പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള മലയാള എഴുത്തുകാരി ആരാണ്? ജിൻഷാ ഗംഗയാണ്. അടുത്ത ഒരു ബുക്കാണ് നമ്മൾ നോക്കുന്നത്. ബുക്കിന്റെ പേര് ഇതാണ്. ആഫ്റ്റർ 74 ഇയേഴ്സ് റീസർജൻസ് ഓഫ് കേരള ക്രിക്കറ്റ് ഇൻ രഞ്ജി ട്രോഫി എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരെന്നാണ് ഓർത്തു വെക്കുക. അമയ് ഖുറാസിയയാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ആരാണ്? അമയ് ഖുറാസിയ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണിത്. എന്താണ് ബുക്കിന്റെ പേര്? ആഫ്റ്റർ 74 ഇയേഴ്സ് റീസർജൻസ് ഓഫ് കേരള ക്രിക്കറ്റ് ഇൻ രഞ്ജി ട്രോഫി എന്നുള്ള ബുക്കാണ്. ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണെന്ന് ഓർത്തു വെക്കുക. അമയ് ഖുറാസിയയാണ്. അപ്പോൾ ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്താണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ള ഒരു ബുക്കാണ്. ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും അതേപോലെ കേരള ടീം പരിശീലകനുമാണ്. ആരാണ്? അമയ് ഖുറാസിയ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു ബുക്ക് പ്രകാശനം ചെയ്തത് ആരാണ്? അത് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവ് ആണ്. ആരാണ്? മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവ് ആണ് ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത്. അപ്പോൾ ഓർത്തു വെക്കുക, ആഫ്റ്റർ 74 ഇയേഴ്സ് എന്നുള്ള ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ്? അമയ് ഖുറാസിയാണ്. ഇനി ഒരു വാർഷികമാണ് നമ്മൾ നോക്കുന്നത്. എന്തിന്റെ വാർഷികമാണ്? ദക്ഷിണ റെയിൽവേ സ്ഥാപിതമായതിന്റെ വാർഷികമാണ്. അപ്പോൾ 2026 ഏപ്രിൽ എന്താണ്? ദക്ഷിണ റെയിൽവേ സ്ഥാപിതമായിട്ട് 75ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. എന്താണ്? ദക്ഷിണ റെയിൽവേ
റെയിൽവേ സ്ഥാപിതമായതിന്റെ 75ാമത് വാർഷികമാണ് 2026 ഏപ്രിലിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ദക്ഷിണ റെയിൽവേ സ്ഥാപിതമായത്? 1951 1951 ഏപ്രിൽ 14 ഈ ഒരു ദക്ഷിണ റെയിൽവേ സ്ഥാപിതമായത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സോൺ കൂടിയാണ് ദക്ഷിണ റെയിൽവേ. ഇനി ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്. 2026 ഏപ്രിൽ ദക്ഷിണ റെയിൽവേയുടെ 75ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഇനി ഒരു പ്രതിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരുടെ പ്രതിമയാണ്? സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയാണ്. അപ്പോൾ ഈ ഒരു പ്രതിമ എവിടെയാണ് അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അമേരിക്കയിലാണ്. എവിടെയാണ്? അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിതമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അടുത്തിടെ സ്ഥാപിതമായ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയിലെ സിയാറ്റിലാണ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കാം. എവിടെയാണ്? അമേരിക്കയിലെ സിയാറ്റിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിതമായത്. അപ്പോൾ ഇതെന്താണ്? ഒരു പൂർണ്ണകായ പ്രതിമയാണ്. അദ്ദേഹത്തിന്റെ രൂപം പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു പൂർണ്ണകായ പ്രതിമയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്തിടെ, അതായത് ഈ ഒരു സമയത്ത് 2026 ഏപ്രിലിൽ ഈ ഒരു പ്രതിമ, സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയിലെ സിയാറ്റിലാണ് അടുത്തിടെ ഈ ഒരു പ്രതിമ സ്ഥാപിതമായത്. ഇനി ഒരു ഗൊറില്ലയെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ഗൊറില്ലയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ലയാണിത്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ലയാണ്. ഗൊറില്ലയുടെ പേര്? ഫാറ്റു. ഫാറ്റു എന്നുള്ള ഈ ഒരു ഗൊറില്ലയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗൊറില്ലയ്ക്ക് 69 വയസ്സ് ആയിരിക്കുകയാണ്. എത്രയാണ്? 69 വയസ്സായിരിക്കുകയാണ് ഈ ഒരു ഗൊറില്ലയ്ക്ക്. 69 വയസ്സായ ഈ ഒരു ഗൊറില്ലയെ ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത് ബെർലിനിലെ ഒരു മൃഗശാലയിലാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ല ഏതാണ്? ഫാറ്റു എന്നുള്ള ഗൊറില്ലയാണ്. 69 വയസ്സാണ് ഈ ഒരു ഗൊറില്ലയ്ക്ക് ഇപ്പോഴുള്ളത്. ഇനി ഒരു റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബുണ്ടസ്ലീഗ മത്സരത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ക്ലബ്ബ് എന്നുള്ള സ്വന്തം റെക്കോർഡ് തിരുത്തിയ ക്ലബ്ബ് ഏതെന്നാണ് ഓർത്തു വെക്കുക. ബയൺ മ്യൂണിക് എന്നുള്ള ക്ലബ്ബാണ്. ബയൺ മ്യൂണിക് എന്നുള്ള ക്ലബ്ബാണ്. അപ്പോൾ ഈ ഒരു ക്ലബ്ബ് തന്നെയാണ് തന്റെ സ്വന്തം പേരുണ്ടായിരുന്ന റെക്കോർഡാണ് ബയൺ മ്യൂണിക് തിരുത്തിയിരിക്കുന്നത്. ബുണ്ടസ്ലീഗ മത്സരത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ക്ലബ്ബായിരിക്കുകയാണ്. 105 ഗോളുകളാണ് ഈ ഒരു റെക്കോർഡിലൂടെ, പുതിയ റെക്കോർഡിലൂടെ സ്വന്തമാക്കിയിരിക്കുന്ന ഗോളുകൾ. ഇതിനു മുമ്പ് എത്രയായിരുന്നു? 101 ഗോളുകളായിരുന്നു. അപ്പോൾ അത് മറികടന്നുകൊണ്ട് 105 ഗോളുകൾ ഈ ഒരു ഒറ്റ സീസൺ കൊണ്ട് നേടിയിരിക്കുകയാണ്. ഏത് ക്ലബ്ബാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ബയൺ മ്യൂണിക് എന്നുള്ള ക്ലബ്ബാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് ജേതാവായ ഇന്ത്യൻ താരം ആരെന്നാണ്? നിഹാൽ സരിൻ ആണ്. ആരാണ്? നിഹാൽ സരിൻ ആണ്. ഏത് ടൂർണമെന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ആണ്. അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ ജേതാവായിരിക്കുന്ന ഇന്ത്യൻ താരമാരാണ്? നിഹാൽ സരിൻ ആണ്. ഇന്ത്യയുടെ 53ാമത് ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ്. ആരാണ്? നിഹാൽ സരിൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എത്രാമതാണ്? 53ാമത്. ഇന്ത്യയുടെ 53ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് നിഹാൽ സരിൻ. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ടൂർണമെന്റിൽ, അതായത് മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായിരിക്കുന്ന ഇന്ത്യൻ താരം. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് 2026 പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ്? അതൊരു ഇന്ത്യൻ താരമാണ്. ആയുഷ് ഷെട്ടിയാണ്. ആരാണ്? ആയുഷ് ഷെട്ടിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏത് മത്സരത്തിലാണ്? ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2026 പുരുഷ സിംഗിൾസിലാണ് വെള്ളി മെഡലാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ആരാണെന്ന് ഓർത്തു വെക്കുക. ആയുഷ് ഷെട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? അത് ഷീ യുഗിയാണ്. ആരാണ്? ഷീ യുഗിയാണെന്നാണ് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. ചൈനയുടെ ഷീ യുഗിയാണ് ഈ ഒരു മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. അപ്പോൾ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യൻ താരമായിട്ടുള്ള ആയുഷ് ഷെട്ടിയാണ്. ഇനിയുള്ള നമ്മുടെ പോയിന്റ് ഇതാണ്. 2026 വനിതാ T20 ലോകകപ്പിനായി റെക്കോർഡ് സമ്മാനത്തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 82 ലക്ഷം ഡോളറാണ്. 82 ലക്ഷം ഡോളറാണ് സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വനിതാ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന ഒരു തുക സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2026 വനിതാ T20 ലോകകപ്പിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സമ്മാനത്തുക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 മോണ്ടെ കാർലോ കിരീടം നേടിയത് ആരെന്നാണ്? ജാനിക് സിന്നർ ആണ്. ആരാണ്? ജാനിക് സിന്നർ ആണ്. 2026
മോണ്ടെ കാർലോ കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ഒരു മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് കിരീടം നേടുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഫൈനലിൽ അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയത്? കാർലോസ് അൽക്കാരസിനെയാണ്. ആരെയാണ് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തിയെന്ന് ഓർത്തു വെക്കുക. കാർലോസ് അൽക്കാരസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2026 മോണ്ടെ കാർലോ കിരീടം ആര് നേടിയിരിക്കുന്നത്? ജാനിക് സിന്നർ നേടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണെന്നാണ് ഈ ഒരു മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് കിരീടം നേടുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ആരെന്നാണ് ഓർത്തു വെക്കുക. ജോൺ നോളൻ ആണ്. ആരാണ്? ജോൺ നോളൻ ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. ഹോളിവുഡ് നടനാണ് അദ്ദേഹം. വളരെ പ്രശസ്തനായിട്ടുള്ള ഹോളിവുഡ് നടനാണ്. ആരാണ്? ജോൺ നോളൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ബാറ്റ്മാൻ ബിഗിൻസ്, ദ ഡാർക്ക് നൈറ്റ് റൈസസ് തുടങ്ങിയ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, അദ്ദേഹം അന്തരിച്ചത് 2026 ഏപ്രിലാണ്. അടുത്തതും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2026 ഏപ്രിലിൽ അന്തരിച്ച വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് ഓർത്തു വെക്കാം. ബോബ് ഹാൾ ആണ്. ആരാണ്? ബോബ് ഹാൾ ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹം അറിയപ്പെടുന്ന പേര് ഏതാണെന്ന് ഓർത്തു വെക്കുക. എങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്നാണ്. ഫാദർ ഓഫ് വീൽ ചെയർ റേസിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബോബ് ഹാൾ ആണ് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹം എന്താണ്? വീൽ ചെയർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അമേരിക്കൻ അത്ലറ്റ് ആണ്. ആരാണ്? ബോബ് ഹാൾ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിച്ചത് 2026 ഏപ്രിലാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതല ഏൽക്കുന്നത് ആരെന്നാണ്? പീറ്റർ മഗ്യാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനാവുന്നത് ആരെന്നാണ്? റോമൻ ഗോഫ്മാൻ ആണ് ഈ ഒരു ഏജൻസിയുടെ പുതിയ തലവനായി നിയമിതനാവുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായ മലയാള എഴുത്തുകാരി ആരാണ്? ജിൻഷ ഗംഗയാണ്. അത് കഴിഞ്ഞൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കിയത്. ആഫ്റ്റർ 74 ഇയേഴ്സ് റീസർച്ചൻസ് ഓഫ് കേരള ക്രിക്കറ്റ് ഇൻ രഞ്ജി ട്രോഫി എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? ഹമേ ഖുറൈസിയാണ്. ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് ആരാണ്? മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവ് ആണ് ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത്. ശേഷം നമ്മൾ നോക്കിയത് 2026 ഏപ്രിലിൽ ദക്ഷിണ റെയിൽവേ സ്ഥാപിതമായതിന്റെ 75ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു. 1951 ഏപ്രിൽ 14-നാണ് ദക്ഷിണ റെയിൽവേ സ്ഥാപിതമായത്. ആസ്ഥാനം ചെന്നൈയാണ്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ട രാജ്യം ഏതെന്നാണ്? അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയിൽ ആണ് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഗൊറില്ലയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗൊറില്ലയാണ്. ഏതാണ്? ഫാക്ടു എന്നുള്ള ഗൊറില്ലയാണ്. അപ്പോൾ ഇതിന്റെ പ്രായം എത്രയാണ്? 69 വയസ്സായിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ബുണ്ടസ്ലീഗ മത്സരത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ക്ലബ്ബ് എന്നുള്ള റെക്കോർഡ് നേടിയ ക്ലബ്ബ് ഏതെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കുക, ബയൺ മ്യൂണിക് എന്നുള്ള ക്ലബ്ബാണ്. അപ്പോൾ സ്വന്തം റെക്കോർഡ് തന്നെയാണ് എന്താണ് ബയൺ മ്യൂണിക് എന്നുള്ള ഈ ഒരു ക്ലബ്ബ് തിരുത്തിക്കൊണ്ട് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യൻ താരമാരെന്നാണ്? നിഹാൽ സരിൻ ആണ്. അപ്പോൾ ഇന്ത്യയുടെ 53ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള നിഹാൽ സരിൻ ആണെന്നാണ് ഈ ഒരു മെനോർക്ക മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 2026 പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ്? ആയുഷ് ഷെട്ടിയാണ്. ഇന്ത്യൻ താരമായിട്ടുള്ള ആയുഷ് ഷെട്ടിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണെന്ന് ഓർത്തു വെക്കുക. ചൈനയുടെ ഷീ യുഗിയാണ് സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയത് 2026 വനിതാ T20 ലോകകപ്പിനായിട്ട് റെക്കോർഡ് സമ്മാനത്തുക പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു. $82 ലക്ഷം ആകെ സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്രയും അധികം തുക സമ്മാനത്തുകയായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. വനിതാ ലോകകപ്പിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം സമ്മാനത്തുക വരുന്നത്. റെക്കോർഡ് സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 2026 മോണ്ടെ കാർലോ കിരീടം നേടിയത് ആരെന്നാണ്? ഓർത്തു വെക്കുക, ജാനിക് സിന്നർ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനലിൽ കാർലോസ് അൽക്കാരസിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2026 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ആരെന്നാണ്? ഓർത്തു വെക്കുക, ജോൺ നോളൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗവും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. 2026 ഏപ്രിലിൽ അന്തരിച്ച വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബോബ് ഹാൾ ആണ്. ഓർത്തു വെക്കുക, എന്താണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്? എങ്ങനെയാണ്? വീൽ ചെയർ റേസിംഗിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്.
കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദേശീയ പാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പുതിയ പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ എ പ്രകൃതി വനം, ഓപ്ഷൻ ബി ആരോഗ്യവനം, ഓപ്ഷൻ സി ഔഷധവനം, ഓപ്ഷൻ ഡി ഹരിതവനം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രഹ്മാസ്ത്ര അഭ്യാസത്തിന്റെ വേദി എവിടെയെന്നാണ്? ഓപ്ഷൻ എ ഡെറാഡൂൺ, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി പൊഹ്റാൻ, ഓപ്ഷൻ ഡി ചെന്നൈ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ഏപ്രിലിൽ BPCL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സഞ്ജയ് ഖന്നയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 1 ട്രില്യൺ രൂപയുടെ വിറ്റുവരവ് പിന്നിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനി ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അമൂൽ ആണ് ഇത് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.